ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് തൈപ്പൂയ വ്രതം. 48 ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്നവരും 21 ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ അതൊന്നും എടുക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു 6 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് മുരുകഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി കൊണ്ടുവരാനായിട്ട് ചൊല്ലേണ്ട മന്ത്രങ്ങൾ, ചെയ്യേണ്ട പൂജകൾ എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞ് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് വെറും 3 ദിവസത്തെ വ്രതം അല്ലെങ്കിൽ തൈപ്പൂയ വ്രത ദിവസം, അതായത് ഈ വരുന്ന ഞായറാഴ്ച ദിവസമെങ്കിലും നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട ഒരു വ്രതത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ 3 ദിവസത്തെ വ്രതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 6 ദിവസത്തെ വിട്ടുപോയെങ്കിൽ മാത്രമേ 3 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാറുള്ളൂ. കഴിയുന്നവരെല്ലാം 6 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ വിട്ടുപോയാൽ വെറും 1 ദിവസത്തെ വ്രതം മാത്രമാണ് എടുക്കാറ് പതിവ്. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് 3 ദിവസത്തെ വ്രതത്തെക്കുറിച്ചും 1 ദിവസത്തെ വ്രതത്തെക്കുറിച്ചുമാണ്. 3 ദിവസ വ്രതം എന്ന് പറയുമ്പോൾ വെള്ളി, ശനി, ഞായർ, അതായത് നാളത്തെ പ്രദോഷ ദിവസത്തിൽ തുടങ്ങി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ആ ഒരു വ്രതമാണ്. എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം? നമ്മൾ എന്താണോ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട്, ഇനി ഭക്ഷണ രീതിയാണ് പറയുന്നത് എങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും, ഇനി മുഴുവനായിട്ട് പൂർണ്ണ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടാകും, കുരുമുളക് വ്രതമുണ്ടാകും. ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരണങ്ങൾ ഞാൻ കഴിഞ്ഞ തൈപ്പൂയത്തിൻ്റെ മുഴുവനായിട്ടുള്ള വ്രതരീതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ കൃത്യമായ കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം, ഏതു രീതിയിൽ വ്രതം അനുഷ്ഠിക്കണം, ഏത് മന്ത്രം ചൊല്ലണം, ഏത് പൂജകൾ ചെയ്യണം എന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലും പറയാം. ഞാൻ ആദ്യം തന്നെ ഈ 7 ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച ദിവസം മുതൽ ഈ ഞായറാഴ്ച ദിവസം വരെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമ്മൾ എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു. ഇനി അത് എഴുതാൻ മറന്നുപോയവർ ഈ 3 ദിവസമെങ്കിലും, അതായത് നാളെ മുതൽക്കെങ്കിലും എഴുതുക. ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നോട്ട് പുസ്തകത്തിൽ ഒരു പേജ് കഴിയുന്നത് വരെ എഴുതാം, അല്ലെങ്കിൽ 108 പ്രാവശ്യം എഴുതാം. ഇനി ഒരുപാട് വലിയ ആഗ്രഹങ്ങളാണ്, ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ്, മുരുകഭഗവാനോടുള്ള ഇഷ്ടം കൂടി വരികയാണ്, എൻ്റെ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരുമെന്നുള്ള ആഗ്രഹം എനിക്ക് പരിപൂർണമായിട്ടുണ്ട് എന്ന് പറയുന്നവർ 1008 പ്രാവശ്യം എഴുതാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നാളെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നാളെ മുതൽക്ക് 3 ദിവസം തുടർച്ചയായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള മുരുകക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാം. അതിൽ പ്രധാനമായിട്ടും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ മാറാത്ത രോഗങ്ങൾ കൊണ്ട് മനസ്സൊരുങ്ങി നിൽക്കുകയാണ്. ഇനി എന്താണ് മുന്നിലൊരു ജീവിതം എന്ന് എനിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്നില്ല, എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെ ആയി എന്നോർത്ത് വിഷമിക്കുന്നവർ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതം അടുത്ത തൈപ്പൂയത്തിനുള്ളിൽ മാറി മറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. എന്താണ് ആ കാര്യമെന്നല്ലേ? അതായത് 3 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ മാക്സിമം വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയാത്തവരാണെങ്കിൽ ഈ 3 ദിവസങ്ങളിലും ശുദ്ധമായിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശുദ്ധമായി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നോൺ വെജ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ശുദ്ധമായിരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നമ്മൾ നോക്കിയും കണ്ടും എല്ലാം ചെയ്യുക. പിന്നീട് നമ്മൾ നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ച് മുരുകഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക, തിരുപ്പുകൾ ചൊല്ലുക, വേൽമാറൽ ചൊല്ലുക, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഇതിന് അപ്പുറം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള മുരുക ക്ഷേത്ര ദർശനം നടത്തുക. ഇനി മുരുക ഭഗവാന് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും മുരുക സന്നിധിയുള്ള ക്ഷേത്ര ദർശനം നടത്തുക. ഇനി അതും നമ്മുടെ വീടിനടുത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ക്ഷേത്രങ്ങളേ ഇല്ല എന്ന് പറയുന്നവർക്കും വേണ്ടി ഞാൻ അവസാനം പറയാം. ആദ്യം ക്ഷേത്രങ്ങൾ ഉള്ളവരാണെങ്കിൽ അവിടെ ചെന്ന് നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുക, മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. കഴിവതും നിങ്ങൾക്ക് ഭഗവാന്റെ ഏത് മന്ത്രജപമാണോ അറിയുന്നത് അത് 108 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. പിന്നീട് നിങ്ങൾ അവിടെ ഭഗവാന്റെ സന്നിധിക്ക് ചുറ്റും 6 പ്രാവശ്യം വലം വയ്ക്കാം. ഈ 6 തവണ വലം വയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വേറെ ഏതൊരു ചിന്തയും ഉണ്ടാകരുത്. ഓം ശരവണ ഭവ,
ഓം ശരവണഭവ, ഓം ശരവണഭവ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ 6 പ്രാവശ്യം മുരുക ഭഗവാനെ നാളെ വലം വയ്ക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അവിടെ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസവും നിങ്ങൾ ചെയ്യുക. അതായത് വെള്ളി, ശനി, ഞായർ, തൈപ്പൂയം വരെയും നിങ്ങൾ ചെയ്യാം. ഇനി നമ്മുടെ വീടിനടുത്ത് ക്ഷേത്രമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. 6 പ്രാവശ്യം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റും, അതായത് ഭഗവാന്റെ ചുറ്റും, സന്നിധിക്ക് ചുറ്റും വലം വയ്ക്കുന്ന സമയത്ത് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മനസ്സുരുകി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 36 പ്രാവശ്യം ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. ഇടയിൽ വേറെ ഏതൊരു ചിന്തയും പാടില്ല. ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ മുരുക ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങളോടൊരു ചെറിയ കഥ പറയാം. സുബ്രഹ്മണ്യ സ്വാമിയെ കാണുവാനായിട്ട് എപ്പോഴും പോകുന്നത് പോലെ അരുണഗിരിനാഥർ സ്വാമികൾ ഒരിക്കൽ നമ്മുടെ സ്വാമി മലയിലേക്ക് യാത്ര തിരിച്ചു. എപ്പോഴും എവിടെ ചെന്നാലും മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾക്ക് കിട്ടുമെന്ന് സ്വാമികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശിവഭഗവാൻ തൻ്റെ ഇളയ പുത്രനായ മുരുക ഭഗവാനെ കൊഞ്ചിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അരുണഗിരിനാഥർ സ്വാമികൾക്ക് കാണുവാൻ സാധിച്ചത്. അതായത് എങ്ങനെ നമ്മുടെ അച്ഛന്മാർ മക്കളെ എങ്ങനെയാണ് കൊഞ്ചിക്കുന്നത്, തലയ്ക്ക് മുകളിലേക്ക് മക്കളെങ്ങനെ ലാളിച്ച് മുകളിലേക്കും താഴേക്കും ആക്കിയിട്ട് ലാളിക്കില്ലേ, അതേ രീതിയിലാണ് കാണുവാൻ സാധിച്ചത്. ഇത് കണ്ടപ്പോൾ അരുണഗിരിനാഥർ സ്വാമികൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണുകയാണ്. ഒരുപാട് നേരം അത് ആസ്വദിച്ച് നിന്നുപോയി. പക്ഷേ എങ്കിലും അരുണഗിരിനാഥർ സ്വാമികൾക്ക് എവിടെയോ മനസ്സിലൊരു ചെറിയ വിഷമം. സാധാരണ അങ്ങനെ ആർക്കും വരാറില്ല, പക്ഷെ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾക്ക് വന്നു. എന്തുകൊണ്ടാണെന്നാൽ എത്ര തന്നെ മുരുക 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 എന്ന് ഈ ജന്മം മുഴുവൻ വിളിച്ചാലും, എത്ര തന്നെ മുരുക ഭഗവാനെക്കുറിച്ച് സ്തുതികൾ പാടിയാലും, കീർത്തനങ്ങൾ ചൊല്ലിയാലും, മുരുക ഭഗവാനെ നേരിട്ട് കാണുവാൻ സാധിച്ചാലും, മുരുക ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിച്ചാലും, വിളിച്ച ഉടൻ മുൻപിൽ വന്ന് നിൽക്കും മുരുക ഭഗവാൻ എന്ന് അറിയാമെങ്കിൽ പോലും എനിക്ക് അങ്ങനെ കൊഞ്ചിച്ച് ലാളിക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ശിവഭഗവാൻ എങ്ങനെയാണോ മുരുക ഭഗവാന് കെട്ടിപ്പിടിച്ച് കളിക്കുന്നത് അതുപോലെ എനിക്ക് കളിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ. മുരുക ഭഗവാൻ അച്ഛൻ കൊഞ്ചിക്കുന്ന സമയത്തെല്ലാം അച്ഛൻ്റെ കവിളിങ്ങനെ കാണിക്കുകയാണ്. ശിവഭഗവാൻ കവിൾ കാണിച്ചു കൊടുക്കുമ്പോഴെല്ലാം ഓരോ ചക്കര ഉമ്മയും കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് മുരുകനല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ചക്കര ഉമ്മയും കൊടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വളരെയധികം വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്നെ ഓർത്ത് കുറേ നേരം അവിടെ നിന്നു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ മണിമണ്ഡപത്തിൽ പോയി ഇരിക്കുകയാണ്. ഇരുന്ന് മുരുക എന്താണ് ഇങ്ങനെ, എന്തു തന്നെയാണെങ്കിലും ഞാൻ വേറൊരാൾ തന്നെയല്ലേ, എനിക്ക് അങ്ങയോടൊപ്പം കളിക്കുവാനോ അങ്ങയോട് ചക്കരുമ്മ വാങ്ങിക്കുവാനോ ഉള്ള ഭാഗ്യം ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതോർക്കുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്. ഞാൻ എത്ര തന്നെ ഭാഗ്യം ചെയ്തവരാണ് എന്ന് എല്ലാവരും പറഞ്ഞാലും, ഭഗവാനെ കാണുവാൻ എനിക്ക് സാധിച്ചാലും, ഭഗവാന്റെ ആ ഒരു ഉമ്മ എൻ്റെ കവിളത്ത് തട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ അങ്ങയുടെ ചക്കര ഉമ്മ വാങ്ങിക്കുവാൻ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയായി ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ മനസ്സിൽ എന്താണോ കാണുന്നത് അത് ആകാശത്ത് കാണുന്ന ആളാണ് മുരുക ഭഗവാൻ എന്ന്. ഉടൻ തന്നെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ അരുണഗിരി, എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ പെട്ടെന്ന് അരുണഗിരിനാഥർ സ്വാമികൾ തൻ്റെ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് അരുണഗിരിനാഥർ സ്വാമികൾ മുരുക ഭഗവാനെ നോക്കി പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ലല്ലോ, കണ്ണുകൾ എല്ലാം ഈറഞ്ഞണിഞ്ഞിരിക്കുന്നു, എന്തോ ഒരു വിഷമം മനസ്സിലുണ്ടല്ലോ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞിട്ടും ഈ ഒരു ചെറുപുഞ്ചിരിയോടുകൂടിയുള്ള ആ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ലല്ലോ മുരുക, അഴക, കുമര, കന്ത, കടമ്പ, എന്നെ മാത്രം എൻ്റെ വേദന എന്താണ് എന്ന് ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും എൻ്റെ വായിൽ നിന്നും ആ വാക്കുകൾ വരണമെന്ന് നിങ്ങൾ കാത്തിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാമെന്ന് മുരുക ഭഗവാൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ഇത്രയും നേരം എന്താണോ ചിന്തിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മുരുക ഭഗവാനോട് പറയുമ്പോൾ മുരുക ഭഗവാൻ പറഞ്ഞു, ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്തിനാണ് അതിനടുത്ത ജന്മം വരെ കാത്തു നിൽക്കുന്നത്? എൻ്റെ ഒരു ചക്കര ഉമ്മയല്ലേ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് കുഞ്ഞി മുരുകനാണല്ലേ സ്വാമിമലയിൽ ആരായിരിക്കുന്നത്? തകപ്പൻ സ്വാമി എന്നറിയപ്പെടുന്ന നമ്മുടെ സാക്ഷാൽ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി
പെട്ടെന്ന് അരുണഗിരിനാഥർ സ്വാമികളെ കെട്ടിപ്പിടിച്ച് ഇരു കവളത്തും മാറി മാറി ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടതും അരുണഗിരിനാഥർ സ്വാമികൾ ഞെട്ടിത്തരിച്ചുപോയി. കാരണം അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ഈ ഭാഗ്യം കിട്ടുമോ എന്ന് ചിന്തിച്ച നിമിഷ നേരം കൊണ്ട് എനിക്ക് ആ ഭാഗ്യം നേടിത്തന്നല്ലോ, അതും ഈ ജന്മത്തെ ഈ നിമിഷം ഈ നൊടിയിൽ എനിക്കതിന് ഭഗവാൻ അനുഗ്രഹം തന്നല്ലോ എന്നോർത്ത് ആനന്ദ കണ്ണീരോടുകൂടിയാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ മുരുക ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് എന്നാൽ, നമ്മൾ മനസ്സിൽ എന്താണോ കരുതിയിരിക്കുന്നത് അത് എല്ലാം മുരുക ഭഗവാൻ അറിയാം. നമ്മൾ ചോദിക്കണമെന്നോ നമ്മൾ കെഞ്ചി കരയണമെന്നോ ഭഗവാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. എങ്കിലും നമ്മൾ നമ്മുടെ മനസ്സ് തുറന്ന് ഭഗവാനോട് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഓരോ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ഭഗവാനോട് പറയുവാനായിട്ട് പറയുന്നത്. അതല്ലാതെ എല്ലാം, ചിലർ പറയും എല്ലാം എൻ്റെ ഭഗവാൻ അറിയുമെന്ന് പറയും. എല്ലാ കാര്യങ്ങളും അറിയുന്നവർ തന്നെയാണ് ഭഗവാൻ. പക്ഷെ നമുക്കും ഭഗവാനും ഇടയിൽ ആരുടെയും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ അമ്മയോടും നമ്മുടെ അച്ഛനോടും സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, ന്യായമായ ഏതൊരു കാര്യങ്ങളും മുരുക ഭഗവാന്റെ മുൻപിൽ കൈകൂപ്പി നിന്നാൽ നിറവേറി കിട്ടുമെന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേർ ജീവിതത്തിൽ ഒന്നിനും ഗതിയില്ലാതെ നിന്നവർക്ക് പോലും ഇന്ന് ഒരു ജീവിതമുണ്ടാക്കി കൊടുത്ത വഴിപാടുകളെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. മുരുക ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും മുക്തി നേടിത്തരും. അതുപോലെ മുരുക ഭഗവാനോട് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അത് ഭഗവാൻ നിങ്ങൾക്ക് തന്നനുഗ്രഹിച്ചിരിക്കും. ഇത് 100% സത്യമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ഈ 3 ദിവസവും ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓം ശരവണ ഭവ എന്ന് എഴുതുകയോ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന മന്ത്രം ഉച്ചരിച്ച് 6 തവണ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു വരികയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എത്ര കൊടിയ നോയാണെങ്കിലും തീർന്നു കിട്ടും. എത്ര കൊടിയ സാമ്പത്തിക വരൾച്ചകളാണെങ്കിലും അത് മാറിക്കിട്ടും. കടം കൊണ്ട് ജീവിക്കുവാൻ വഴിയില്ല എന്ന് പറഞ്ഞവരുടെ ജീവിതം പോലും മാറ്റിയെടുക്കുവാൻ സാധിക്കും മുരുക എന്ന് നിങ്ങൾ വിളിച്ചാൽ. ഇത് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. മുരുക എന്ന് നിങ്ങൾ വിളിക്കൂ. മുരുക എന്ന് വിളിച്ചാൽ മുരുക ഭഗവാനെ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മുകുന്ദനെയും രുദ്രനെയും കമലനേത്രനെയുമാണ് എന്നുള്ള കാര്യം ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒന്നുകൂടിയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതം വെറുത്തുപോയി എന്നോ ജീവിതം എന്താണ് ഇങ്ങനെയെന്നോ ഒന്നും നമ്മൾ മനസ്സിലോർത്ത് വിഷമിക്കേണ്ട. ഒരു ചെറിയ വിഷമം വരുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയി നമ്മുടെ മുരുക ഭഗവാന്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട്, ഭഗവാനെ എൻ്റെ വേദനകൾ കാണുന്നില്ലേ, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ലല്ലോ എന്നൊരൊറ്റ വാക്ക് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആ വാക്കിലൂടെ ഭഗവാൻ നമ്മുടെ വേദനകളെ തുടച്ചില്ലാതാക്കി തരും. അതുകൊണ്ടാണ് ഞാൻ ഈ തൈപ്പൂയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഓം ശരവണ ഭവ എഴുതൂ എന്ന് ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾ എഴുതും തോറും നിങ്ങളുടെ ജീവിതം മാറി മറിയും. ഒരു നോട്ട് പുസ്തകം വാങ്ങിച്ച് ഒരു 10-15 മിനിറ്റ് ഒരു ദിവസത്തിൽ ഓം ശരവണ ഭവ എന്ന് എഴുതിക്കൊണ്ടേയിരിക്കൂ. അത് മുഴുവൻ എഴുതുന്നവരെ നമ്മുടെ മനസ്സൊന്നും ഒരുപാട് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. എങ്കിലും നിങ്ങൾ വെറുതെയെങ്കിലും ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്ന് എഴുതൂ. പറയുമ്പോഴേക്കും നമ്മുടെ ജീവിതം മുക്തി നേടുന്ന ഒരു മന്ത്രമാണ് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ 1000 പ്രാവശ്യം ഓം ശരവണ ഭവ എന്ന് എഴുതുകയാണെങ്കിൽ അതിൽ 10 പ്രാവശ്യമെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കും. ഒറ്റ പ്രാവശ്യത്തിലൂടെ മുക്തി നേടിത്തരുന്ന ഈ മന്ത്രവാക്കിനെ 10 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഉച്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറി മറിയാതിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വരുന്ന 3 ദിവസം വിട്ടുകളയരുത്. വളരെയേറെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നോൺ വെജ് കഴിച്ചാലും പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും സാരമില്ല, കഴിവതും ഈ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കരുത്. പിന്നെ പീരിയഡ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഓം ശരവണ ഭവ എഴുതുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കും, പൂജകൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളവർ ക്ഷേത്രത്തിൽ പോയി ഓം ശരവണ ഭവ ചൊല്ലുക. ഇനി അതിനും കഴിയാത്തവർ വീട്ടിൽ മുരുക ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഓം ശരവണ ഭവ മന്ത്രം ജപിക്കുക. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. അതിനുശേഷം നിങ്ങൾ നമ്മുടെ ഈ ചാനലിലെ ഏതൊരു വീഡിയോയ്ക്ക് താഴെ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ, എൻ്റെ ജീവിതം മാറി മറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം മറക്കാതെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, തിരുനാമങ്ങൾ, താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.